+2 അനുവദിക്കുന്നതിന് കോഴ ആവശ്യപ്പെട്ടെന്ന പരാതിയുമായി മലപ്പുറത്തെ സ്കൂൾ മാനേജ്മെന്റ് രംഗത്ത്. കൊണ്ടോട്ടി പുളിക്കൽ AMMHS സ്കൂൾ മാനേജ്മെന്റാണ് പ്രാദേശിക ലീഗ് നേതൃത്വം കോഴ ആവശ്യപ്പെട്ടെന്ന ആരോപണം ഉയർത്തിയിരിക്കുന്നത്. പ്രാദേശിക നേതാക്കൾ സ്കൂൾ മാനേജരോട് 60 ലക്ഷം രൂപ ആവശ്യപ്പെട്ടെന്ന് മാനേജ്മെന്റ് പ്രസിഡന്റ് മുഹമ്മദ് അലി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. കൊണ്ടോട്ടി പുളിക്കൽ AMM ഹൈസ്കൂൾ ഹയർ സെക്കൻഡറിയാക്കി ഉയർത്തണമെന്ന് മാനേജ്മെന്റ് ഏറെക്കാലമായി ആവശ്യമുന്നയിക്കുന്നു. 2000 കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ കഴിഞ്ഞ വർഷം 90% വിജയവും 10ാം ക്ലാസ്സിലുണ്ടായി. ഇത്തവണയും +2വിനായി അപേക്ഷ സമർപ്പിച്ചിരുന്നു. അവസാന പട്ടികയിലുമെത്തി. പക്ഷേ +2 കിട്ടിയില്ല. പ്രാദേശിക ലീഗ് നേതൃത്വമാണ് ഇതിനു പിന്നിലെന്ന് മാനേജ്മെന്റ് ആരോപിക്കുന്നു. സ്കൂൾ മാനേജറോട് ഇവർ കോഴ ആവശ്യപ്പെട്ടതായും മാനേജ്മെന്റ് പ്രസിഡന്റ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഡിമാൻഡ് ചെയ്യാമല്ല, ഈ മാനേജർമാരെ ഒരു മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ചില ആളുകൾ ഫോണിൽ കൂടെ ബന്ധപ്പെട്ടപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും കൊടുക്കാതെ കിട്ടാൻ പ്രയാസമാണ് എന്നോട് ഗ്രൂപ്പിൽ സംസാരിച്ചു. എന്നവരെ ഡിമാൻഡ് 50-60 ലക്ഷം റുപ്യ വരെയുള്ള ഡിമാൻഡുകളൊക്കെ ആണ് കേൾക്കാൻ സാധിച്ചു. അത് ഡിമാൻഡ് ഇപ്പം ഈ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആ പാർട്ടിയിൽപ്പെട്ട പ്രാദേശികമായിട്ടുള്ള ജില്ലാ തലങ്ങളിലൊക്കെ ഉള്ള ആളുകളാണ് പറഞ്ഞത്. ഇത്രയും ഭീമമായ തുക നൽകാൻ കഴിയില്ലെന്ന് മാനേജ്മെന്റ് തീരുമാനിച്ചു. പക്ഷേ അത് കാരണം +2 നഷ്ടമാകുമെന്ന് കരുതിയില്ലെന്നും സ്കൂൾ മാനേജ്മെന്റിൽ ഒരു വിഭാഗം തന്നെയാണ് പ്രാദേശിക ലീഗ് നേതാക്കൾക്ക് പിന്തുണ നൽകുന്നതെന്നും പ്രസിഡന്റ് പറയുന്നു. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകാനാണ് മാനേജ്മെന്റിന്റെ തീരുമാനം. എന്നാൽ സ്കൂൾ മാനേജ്മെന്റ് ഇത്തവണ +2വിനായി അപേക്ഷ നൽകിയിട്ടില്ലെന്നും സ്കൂളിൽ +2വിന് വേണ്ട യാതൊരു സൗകര്യങ്ങളുമില്ലെന്നും കോഴാരോപണം കള്ളമാണെന്നുമാണ് പ്രാദേശിക ലീഗ് നേതാക്കളുടെ പ്രതികരണം.